ചാലിശ്ശേരിയിൽ CPIM-ന്റെ രാഷ്ട്രീയ വിശദീകരണ ജാഥയ്ക്ക് തുടക്കമായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ CPIM രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന വിശദീകരണ യോഗം ആലിക്കരയിൽ ഏരിയ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി CK സുഷി അധ്യക്ഷനായി. വാർഡ് സെക്രട്ടറി PM ഷാജഹാൻ, ജാഥ ക്യാപ്റ്റൻ TM കുഞ്ഞുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ജാഥയെ ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ ക്യാപ്റ്റനായും LC അംഗം ആനി വിനു വൈസ് ക്യാപ്റ്റനായും LC സെക്രട്ടറി KR വിജയമ്മ മാനേജരുമായി നയിക്കുന്ന ജാഥയ്ക്ക് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി. ചാലിശ്ശേരി ഹൈസ്കൂൾ പരിസരത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ TM കുഞ്ഞുകുട്ടനെ ബഹുജനവർഗ സംഘടനകൾ ഹാരാർപ്പണം നടത്തി. യോഗത്തിൽ LC അംഗം VS ശിവാസ്, ജാഥ ക്യാപ്റ്റൻ TM കുഞ്ഞുകുട്ടൻ, AV സൈമൺ എന്നിവർ സംസാരിച്ചു. കവുക്കോട് നടന്ന സ്വീകരണത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം KA പ്രയാൺ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് ജാഥ സമാപിക്കും. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ നമ്പർ 1 സംസ്ഥാനമായി കൊണ്ട് നമ്മുടെ സംസ്ഥാനം മാറി എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയ സമയങ്ങളെല്ലാം ഈ നാടിനും നാട്ടുകാർക്കുമെല്ലാം താങ്ങും തണലുമായി കൊണ്ട് ഈ നാടിനകത്ത് LDF സർക്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സാക്ഷികളുടെ ഏതൊരു മനുഷ്യനെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വയനാട് ചൂരൽമലയ്ക്കകത്ത് ഒരു അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യർ നേരം വെളുക്കുമ്പോ കാണുന്നത് തന്റെ ഒറ്റവരെയും ബന്ധുമിത്രാദികളെയും എല്ലാം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഈ നാടാകെ ഒന്നാകെ ഒപ്പം നിന്നുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ എല്ലാം തന്നെ പ്രദേശത്ത് നിന്ന് പോയിട്ടുള്ളതാണ്. രാഷ്ട്രീയം മറന്നു, മതം മറന്നു, ജാതി മറന്ന് എല്ലാ മനുഷ്യരും ഒന്നായി വയനാട് ചൂരൽമലയ്ക്കകത്ത് ജനങ്ങൾക്കൊപ്പം നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചൂരൽമലയ്ക്കകത്ത് സന്ദർശനത്തിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് കടന്നു വരുന്നത്. അവിടെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം തന്നെ അവിടെ വരുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാവരും വരുമ്പോ ഈ നാടാകെ ഒന്നാകെ നിന്നോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നാട്ടിനകത്തേക്ക് കടന്നു വരുമ്പോ എല്ലാ മനുഷ്യരും ഒന്നാകെ പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ കടന്നു വരുന്നത്. ഓണർഷിപ്പും അതുപോലെ തന്നെ വീടിന്റെ പെർമിറ്റ് എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 15 വർഷക്കാലം മുമ്പ് ഈ ചാലിശ്ശേരിയിലെ പാവപ്പെട്ടവർക്കുണ്ടായിരുന്നത്. ഈ ചാലിശ്ശേരിയുടെ വടക്കേറ്റത്ത് കിടക്കുന്ന കൂനമൂച്ചിയിലെ ആളുകൾ അവർക്കൊരു വീട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വായ്പ എടുക്കണമെങ്കിൽ, അവർക്ക് നികുതി അടയ്ക്കുവാൻ തൊട്ടപ്പുറത്തുള്ള തൃശൂർ ജില്ലയോട് അതിർത്തി പങ്കിടുന്ന പണപ്പുറ പാലത്തിന്റെ സമീപത്തുള്ള വില്ലേജ് ഓഫീസിൽ പോയിട്ട് വേണം. ഇത്തരത്തിലൊരു ഭരണസമിതിയുമായി ചാലിശ്ശേരിക്കാർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 15 വർഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രസിഡന്റ് വന്നു. ഈ പ്രസിഡന്റ് ആരുടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. എല്ലാവരും കുറ്റം പറയാം. ലീഗുകാരോട് ചോദിച്ചവരും ലീഗുകാർ ഞങ്ങളല്ലാന്നാണ്. കോൺഗ്രസ്സുകാരോട് ചോദിച്ചപ്പോൾ ആ ചെക്കനൊന്നും ചെല്ലെന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഇയാൾ ഇവിടെ കൊണ്ട് നിർത്തുന്നത് എന്ന് മനസ്സിലായത്. ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് ആർക്കും അറിയാത്ത, ബാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.